നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും ദുരിതങ്ങളും വേദനകളും കഥകളും ഒന്നും കേൾക്കാൻ ആർക്കും ഇന്ന് സമയമില്ല. എല്ലാവരും ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുക. എന്നാൽ നമ്മുടെ ഉള്ളത്തിലെ ഭാരത്തെ അറിയുന്ന, അതിനെയൊക്കെ ഒന്ന് കേൾക്കാനും അതിനെ ഡീൽ ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരു യേശു നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ പ്രാർത്ഥനാ മുറി എന്ന് പറയുന്നത് കംപ്ലൈന്റ് പറയുന്ന സ്ഥലം മാത്രമാക്കി മാറ്റരുത്. ഹൃദയത്തിലുള്ള എല്ലാം തുറന്നു പറയുന്ന ഒരു സ്ഥലമാക്കി മാറ്റണം. നിങ്ങളുടെ ഹൃദയത്തിലുള്ളതെല്ലാം അവിടെ നിങ്ങൾക്ക് ഇറക്കി വെക്കാനായിട്ട് കഴിയും. ഒരിക്കല് യേശു കർത്താവ് എരിഹോവിന്റെ ആ വീഥികളിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ഉറക്കെ നിലവിളിക്കുകയാണ്. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് അവനവന്റെ ആവശ്യത്തെ അറിയിക്കുവാനായിട്ട് ശ്രമിക്കുക. വഴിയിൽ നടന്നു പോകുന്ന ജനക്കൂട്ടമുണ്ട്. അവരെല്ലാവരും പറഞ്ഞു, നീ മിണ്ടാതിരിക്കേ, യേശുവിന് സമയമൊന്നുമില്ല. യേശു തിരക്ക് പിടിച്ച് യാത്ര ചെയ്യുക. എന്നാൽ ആ മനുഷ്യന്റെ കരച്ചിൽ കേട്ട യേശു അവിടെ നിന്നു. അവന്റെ ആ ദുരിതത്തെ യേശു അവഗണിച്ചില്ല. അവന്റെ വേദനയെ യേശു അവഗണിച്ചില്ല. അവന്റെ നിലവിളിയെ കേട്ടിട്ടും കേൾക്കാതെ പോയില്ല. അവിടെ നിന്നു. അവനോട് ചോദിക്കുക, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണ്ടേ? അന്ധനായ മനുഷ്യന്റെ കണ്ണിനെ യേശു സൗഖ്യമാക്കി. ഇതുപോലെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കും നിങ്ങളുടെ ദുരിതവും കഷ്ടവും ഒന്നും കേൾക്കാൻ സമയമില്ലെങ്കിലും യേശുവിനോടൊന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കേട്ട് ഉത്തരം തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നാം ഭൂമിയുടെ അധോഭാഗത്തു നിന്ന് നിലവിളിച്ചാലും, ഇരുട്ടിലിരുന്ന് കരഞ്ഞാലും, സന്ധ്യയിലോ അർദ്ധരാത്രിയിലോ പകലോ ഏത് സമയത്തും ദൈവത്തോട് ഉറച്ച നിലവിളിയോടെ നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾ അവൻ അവഗണിക്കില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നൊരു ദൈവമുണ്ട്. നിലവിളിക്ക് ഉത്തരം തരുന്നൊരു ദൈവമുണ്ട്. എവിടെ നീ കരഞ്ഞോ അവിടെ ദൈവം നിന്നെ മാനിക്കും. എവിടെ നീ തകർന്നോ അവിടെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതത്തെ ഒരുക്കും. ഈ വചനങ്ങളാൽ, ഈ ശബ്ദത്താൽ ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ചുരുക്കുന്നു. പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വിളിക്കുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.